ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന്. ഇന്നിപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ അവർ വീഡിയോ. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചിയുടെ അന്ന് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത കാർ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമുക്ക് ചേച്ചിയുടെ വീടിൻ്റെ അകത്തേക്ക് കയറാം. ജസ്റ്റ് ചുമ്മാ വന്നാട്ടോ, ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് വരാമെന്ന്. സോ അങ്ങനെ വന്നാണ്. നിങ്ങളെ വേറൊരു സൂത്രം കാണിച്ചത്. ഇവിടുത്തെ റോസാപ്പൂ കണ്ടോ? നല്ല രസമില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. കുറേ റോസാപ്പൂക്കൾ ഇങ്ങനെയുണ്ട്. എൻ്റെ അമ്മ ഈ പൂക്കളുടെയും എൻ്റെ അനിയനും അമ്മയും ഈ പൂക്കളുടെയും ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഭയങ്കര ഫാനാണ്. ഞാൻ വിചാരിച്ചു നീ പോകുന്ന വഴിക്ക് ഇതും കൂടെ കാണിച്ചു തരാമെന്ന്. നല്ല രസമില്ലേ? നെക്സ്റ്റ് നമുക്ക് ചേച്ചിയുടെ വീടിൻ്റെ അകത്ത് കയറാം. അച്ചു ഹായ് പറഞ്ഞേടി. ഇത് ഞങ്ങളുടെ അച്ചുക്കുട്ടി. ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ല, അപ്പം ഇന്ന് അച്ചു വീട്ടിലുണ്ട്. അച്ചു മാത്രമല്ല, ഏടൻകുട്ടാ ഹായ് പറഞ്ഞേ. ഈ വീഡിയോയിൽ നീ വരും TV-ക്കകത്ത്. ഏടൻകുട്ടാ, അമ്മു വീഡിയോ ചെയ്യുന്നത് ഏടൻകുട്ടിന് ഇഷ്ടമാണോ? ക്യാറ്റ്കസ് അപ്പുറത്തുണ്ട്. ക്യാറ്റ്കസ് എടുക്കാൻ പറ്റത്തില്ലെന്നല്ലേ അമ്മ പറഞ്ഞേ? ക്യാറ്റ്കസ് എടുത്ത് ഇതുണ്ടോ? ക്യാറ്റ്കസിനെ കണ്ടോ? ഇവരുടെ പുതിയ പ്ലേ മെറ്റീരിയൽ ആണ്. എല്ലാരും ഉണ്ട്. ഹാപ്പി. എല്ലാരും കൂടെ എന്നെ വട്ടമിട്ട് കളിക്കുവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ. ഇത് പറയുന്നില്ലല്ലോടി. ഹലോ ഗൈസ്, ഇനിയിപ്പോൾ ഞാനൊന്ന് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം അല്ല, ഒരു ഉച്ച വരെയൊക്കെ ഇരുന്നു. ഞാൻ അധികം വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തില്ല, ബിക്കോസ് അവിടെ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ വന്നു. ഇപ്പം ഇവിടെ ഇന്ത്യ മാർക്കറ്റിൽ വന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ത്രെഡ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഇന്ത്യൻ കടയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ത്രെഡ് ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇനി ത്രെഡ് ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം. അങ്ങനെ ഞാൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് വന്നു. ഞാൻ വണ്ടിയിലേക്ക് കയറി. ഞാനിവിടെ ഈ സലൂണിൻ്റെ പേര് ഉഷ ബ്യൂട്ടി സലൂൺ എന്നാണ്. സ്രൂസ്ബറിയിലാണ് ഈ സലൂൺ ഉള്ളത്. ഞാൻ മിക്കപ്പോഴും ഇവിടെ വന്നാണ് ത്രെഡ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ഞാൻ പോയ ഇന്ത്യൻ സലൂണിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര അഫോർഡബിളാണ് എല്ലാം. അതായത് ഞാൻ ഫുൾ ഫേസ് വാക്സ് ചെയ്തു, അതുപോലെ തന്നെ ത്രെഡും ചെയ്തു. ഞാൻ പിരികം ത്രെഡാണ് ചെയ്തത്. ഇവിടെ ടോട്ടൽ എനിക്കായിരുന്ന $30. പക്ഷേ ബാക്കിയുള്ള സലൂൺ ഇത് ഫുൾ ഫേസ് ചെയ്യുമ്പം അതിലൊരു 10-60 ചിലപ്പം $70 വരെ എനിക്ക് വരാറുണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി ഭയങ്കര ലോ റേറ്റാണ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും സ്രോസ്ബറിയിൽ അടുത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ ഉഷ ബ്യൂട്ടി സലൂൺ, അത് ഇന്ത്യ മാർക്കറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അല്ല, അതിൻ്റെ പുറകു വശത്തൂടെ വരുമ്പോഴാണ് അവിടെയാണ് ഈ സലൂൺ ഉള്ളത്. അഫോർഡബിൾ റേറ്റുമാണ്. സോ ഇതാണ് എൻ്റെ പിരികം ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പിരികത്തിൻ്റെ ഒരു ഷേപ്പ്. അത് നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഞാൻ എൻ്റെ വ്ളോഗ് തുടങ്ങുമ്പോൾ ഞാൻ ത്രെഡൊന്നും ചെയ്തിട്ടില്ല. അപ്പം അതും ഇതും കൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സോ അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഇന്ത്യ മാർക്കറ്റിലൊന്ന് പോയി പിന്നെ ഇനി വീട്ടിലേക്കാണ്. സോ ലെറ്റ്സ് ഗോ ടു ഇന്ത്യ മാർക്കറ്റ്. ഞങ്ങൾ ഇന്ത്യ മാർക്കറ്റിൽ വന്നു. അപ്പോൾ ഇന്ത്യ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ്. എനിക്ക് ഭയങ്കര വിയേർഡ് ഫീലിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബൈക്കും ഇതും പിടിച്ചുകൊണ്ട് ഒരു കടയിൽ പോയി ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫുള്ളായിട്ട് എടുക്കത്തില്ല, പറ്റുന്നതൊക്കെ എടുക്കാൻ പറ്റും. സോ നമുക്ക് ഇന്ത്യ മാർക്കറ്റിൻ്റെ അകത്ത് കയറാം. ഞങ്ങൾ ആദ്യമേ കുറച്ച് മട്ടൺ വാങ്ങിച്ചു. പിന്നെ ബാക്കി സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇതിലെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര എന്തോ വിയേർഡ് ഫീലിംഗ് ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ വീഡിയോ എടുക്കുക. സോ ഇവിടെ കുറേ അത്യാവശ്യം നമുക്ക് ഇന്ത്യക്കാർക്ക് ആവശ്യമായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. സോ എന്നാൽ പിന്നെ നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം. വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ഒരു വിൻറ്റേജ് കാർ കണ്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രസമില്ല കാറ് കാണാൻ വേണ്ടിയിൽ, ഒരു വിൻറ്റേജ് ലുക്കില്ലേ?
അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഓർത്ത വീഡിയോയുടെ എഡിങ് എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കറിയത്തില്ല, ഞാനാണെങ്കിൽ സംസാരിക്കുമ്പം എനിക്ക് എങ്ങോട്ടാണ് നോക്കണ്ടേന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പം നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ വേറെ എങ്ങോട്ടായിട്ടാണ് നോക്കുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ബിക്കോസ് എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ എങ്ങോട്ട് നോക്കണ്ടേന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. അപ്പം ഞാൻ എൻ്റെ ഫേസിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ചിലപ്പം ഞാൻ ലൈക്ക് ക്യാമറയിലേക്ക് നോക്കിയല്ല, മീൻസ് എന്നെ തന്നെ നോക്കി സംസാരിക്കുമ്പം കണ്ണൊക്കെ വേറൊരു സൈഡിലേക്ക് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഞാൻ ഇനി അടുത്ത വീഡിയോസിലേക്ക് അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ പറയാമോയെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ചായ ഉണ്ടാക്കി കുടിക്കണം. ഇപ്പോൾ വൈകുന്നേരമായി, പിന്നെ ഡിന്നർ കഴിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.